ഇന്ന് ഓണം ആയിക്കോട്ടെ, നമുക്ക് നൈറ്റി ഒക്കെ എടുക്കണ്ടേ? നൈറ്റി എടുക്കണം. അല്ലേ? നമുക്ക് കുറച്ച് പേരോട് നൈറ്റി എടുക്കാം അല്ലേ? അവരോട് ചോദിക്കണം, എല്ലാവരോടും ചോദിക്കണം അവർക്ക് വേണോ വേണ്ട. അതേ തങ്കച്ചൻ നേരത്തെ വന്നല്ലോ, ഇന്ന് ജോലി കഴിഞ്ഞ് നേരത്തെ വന്നു. രണ്ടുപേരും കൂടെ ഞങ്ങളിപ്പം ഓണത്തിന്റെ നൈറ്റി എടുക്കുന്ന എടുക്കുന്നുണ്ടോ? ഇന്നലെ നേരത്തെ വന്നേ. എനിക്ക് ഇച്ചിരി നേരത്തെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ പിള്ളേർ വന്നിട്ടുണ്ട്, അപ്പം കെട്ടിച്ച മോള് വന്നിട്ടുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ കൊച്ചവളും ഉണ്ടല്ലോ. കുറച്ച് ഡ്രസ്സൊക്കെ ഓണത്തിന് ബോണസ് കിട്ടി, ഡ്രസ്സ് എടുക്കാൻ പോകാൻ. എല്ലാവരും കൂടെ ഒന്നിച്ച് പോവാനാ. നേരത്തെ വന്നതാണ്. പിള്ളേരെയും കൂട്ടി ഒന്ന് പുറത്ത് പോകാൻ. അമ്മ വരുന്നെങ്കിൽ അമ്മയും കൊണ്ടുപോകണം. അതിനായിട്ട് വന്നതാണ്. ശരി എന്നാ. കണക്കിപ്പുള്ള വരുമ്പോഴേ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഓടിപ്പിക്കണം. എനിക്ക് കുറച്ച് പൈസയുടെയൊക്കെ ആവശ്യമുണ്ട്. എൻ്റെ ലോകരിതൻ ടേബിളിൻ്റെ കാലൊടിഞ്ഞു, അത് നന്നാക്കി തരാൻ പറയണം. പുള്ളിക്കാരത്തി എല്ലാം ഇങ്ങനെ കാശ് വെച്ചോണ്ടിരിക്കുമല്ലേ, അപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരണ്ടേ. അമ്മ അത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് അടുത്ത സെമിസ്റ്ററിന് ഫീസ് കൊടുക്കണം, 2000 രൂപ വേണം, അതും മേടിച്ച് തരണം. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മകൾക്ക് സപ്പോർട്ട് നിൽക്കാതെ എപ്പോഴും ഞങ്ങളുടെ കാര്യം കൂടെ നോക്കണം. എടി കൊച്ചേ, അവൾക്ക് പപ്പായുടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞാലും അവളെല്ലാം ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും. നിന്റെ പഠിത്തം മുഴുവനും തീർന്നില്ലേ? PG വരെ തീർന്നില്ലേ? അവളല്ലേ ചിലവാക്കുന്നത്. വേറെ വ്യക്തിക്കാണെങ്കിൽ കെട്ടിച്ചു കൊണ്ട് 2 കൊച്ചുങ്ങൾ വരെ ആയില്ലേ? എല്ലാം അവളല്ലേ നടത്തി തരുന്നത്. അന്നേരം പപ്പായുടെ പെൻഷനും ജോലിയും എല്ലാം അങ്ങ് കിട്ടി. പൈസ 35 അവളെ കെട്ടിക്കൊന്നും ചെയ്യണ്ടേ? ഒന്നും വേണ്ട, ഇനി ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവളെ കെട്ടിച്ചു വിടാം. ഇനിയും കെട്ടിച്ചു, ഇത്രയും പ്രായം ഇനി എന്നാ 35 വയസ്സായ ആരും കെട്ടിക്കുന്നില്ല. കെട്ടിച്ചു വിട്ടാൽ ഞങ്ങളുടെ കാര്യം ആരും നോക്കും. അപ്പം പിന്നെ അമ്മ ഇത് കണക്കിട്ടുള്ള വരുമ്പോൾ ഇതൊക്കെ പറയണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറയാം, അവളായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദ്യം അവളെ കല്യാണം പോലും കഴിക്കാതെ അവളെ അനിയത്തിമാർക്ക് വേണ്ടി തന്നെയല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ജോലിയാ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അവളെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാ ജീവിക്കുന്നത്. അതൊക്കെ ജോലി കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾ ഒരു ഭാര്യ വേണ്ടേ? അവളെ ആരും നോക്കും? ഞങ്ങൾ ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെ ഉറപ്പാണ്? ഞാൻ നോക്കും, കിട്ടിയോ നോക്കിയില്ലേലും ചെയ്ത ഉപകാരം മറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല, അവളെ നമുക്ക് കെട്ടിച്ചു വിടണം. പിന്നെ അമ്മയല്ലേ പറയുന്നത് അവള് സമ്പാദിക്കുന്നുണ്ടെന്ന്. അതൊന്നുമില്ല. ഇഷ്ടമുള്ള ചുരിദാറും ഡ്രസ്സും ബാഗും എല്ലാം വാങ്ങി കൂട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അത് വല്ലതും ഉണ്ടോ? നിങ്ങളുടെ ആവശ്യമുള്ള തുണി അവൾ മേടിച്ചു തരുന്നുണ്ട്, എനിക്ക് വേണമെന്നെല്ലാം മേടിച്ചു തരേണ്ട തുണി എല്ലാം മേടിച്ചു തരുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം അവൾ നടത്തുന്നുണ്ട്. സ്വർണ്ണം മേടിക്കുന്നുണ്ട്, ചിട്ടി കൂടിയിട്ടുണ്ട്, LIC ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. ഞങ്ങൾക്ക് എന്നാ ഉള്ളത്? എല്ലാം അവളല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെല്ലാം മേടിച്ച് തരും, എല്ലാം തരും. അമ്മ പറയണം തരും തരും. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത ഫീസ് കൊടുക്കാറായി. നിനക്ക് എന്തെങ്കിലും ജോലിക്കൊക്കെ പൈസ മുടക്കണ്ടേ? ജോലിക്കൊക്കെ കാരണം എത്ര ലക്ഷങ്ങൾ അങ്ങോട്ട് കെട്ടി വെച്ചാലേ ജോലി കിട്ടുന്നത്. നീ എന്നാലും പറഞ്ഞ് ഏതാണ്ട് കേവലം എന്നാണോ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ എന്നതാന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും കേട്ടിട്ട് പോലില്ല. തിരക്കണം എന്നതുകൊണ്ട്. അതുകൊണ്ട് അതിന് തന്നില്ലേലും എനിക്കൊരു സാരിയെല്ലാം എടുത്തു തരണം. അതിന് ഒത്തിരി പൈസയാവും. അത് തന്നില്ലേലും കുഴപ്പമില്ല, എനിക്കൊരു സാരിയെല്ലാം എടുത്തു തരണം. അവള് നടക്കുന്ന കണ്ടോ? വലിയ ടോപ്പൊക്കെ ഇട്ട് ഡിമാർട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വാനിറ്റി ബാഗൊക്കെ തൂക്കി. ഈയുടെ തലമുടിയും കൂടെ ബോബ് ചെയ്തു. പോരാഞ്ഞിട്ട് ഇതിന് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ ഫീസ് കൊടുക്കുന്നതിനുമാണ് നീ ഈ തോന്നിയാചരം കാണിക്കുന്നുണ്ട്. അവള് നേരിട്ട് കൊണ്ട് ഫീസ് പറഞ്ഞ്. എനിക്കറിയത്തില്ല. നീ വല്ല പൈസ കാണുന്ന കൂട്ടുകാരും കൂടി നീ കടയിലൊക്കെ കയറി അതും ഇതൊക്കെ മേടിക്കുന്നുണ്ട്. അവളെ അമ്മ വിശ്വസിച്ചാൽ മതി. പുന്നാരം മോളായിട്ട് വെച്ചോണ്ടിരിക്കുക. വെള്ള കാശ് മുഴുവൻ കയ്യിലോട്ട് കൊടുത്ത് ചിലവാക്കിക്കൊണ്ട് നടക്കുക. ഞങ്ങളുടെ കാര്യമൊന്നും അറിയണ്ട. ചോദിക്കുമ്പോൾ 100,000. അവള് വന്നു. അമ്മേ, നീ നേരത്തെ വന്ന്. അമ്മ ഇന്നേ എനിക്ക് ഇച്ചിരി സുഖമില്ലായിരുന്നു. തന്നെ എൻ്റെ ഓഫീസറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവന് നേരത്തെ വന്നേ ഉള്ളേ. നേരത്തെ വന്നത് നന്നായി. എങ്ങനെയാ ഇപ്പം വരുമെന്ന് പറയുന്നത്? എന്തിനാ അമ്മ ഇവിടെ നിന്ന് വരുന്നത്? അവിടെ അങ്ങോട്ട് പോയത് പരപണിയുടെ പരപണിയെല്ലാം തീർന്നു. ടൈലിൽ തന്നെ കുറേ രൂപയും കൂടെ വേണമെന്നും പറഞ്ഞു അവളിപ്പം വരുന്നത്. അത് ശരി. അവളെന്തി വന്നില്ലല്ലോ? വന്നില്ല, വരുമെന്ന് പറഞ്ഞു. അവള് വരട്ടെ. അവളെ ഒന്ന് കാണേണ്ട കാര്യം എനിക്കുണ്ട്. ഇച്ചിരി കാര്യം എനിക്ക് പറയാനും ഉണ്ട്. വരട്ടെ. ആണ്ട് രമ്യ വരുന്നുണ്ട് കേട്ടോ. അമ്മ രമ്യ വരുന്നുണ്ട്. പേടിയോ വേണ്ടി കാലേച്ചു. വാ. എന്നെടുക്കുക 3 പേരും കൂടെ ഏതാണ്ട് വലിയ സംസാരം നിനക്ക് തോന്നിയോ? സംസാരം ചർച്ച ഓരോ കാര്യമൊക്കെ ഞാൻ വിളിച്ചായിരുന്നല്ലോ രാവിലെ. എനിക്ക് ഇച്ചിരി പൈസ കൂടെ തന്നെ ടൈലിടാൻ വേണ്ടിയിട്ട് കേട്ടോ. നിന്റെ പെരയെല്ലാം പടവ് ചെയ്തു. അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്തില്ലേ? ചെയ്തു. ഇനി എന്നാ നിന്റെ പണിയുടെ ബാക്കിയുള്ള? ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ ഇച്ചിരി പൈസ കൂടെ തരാമെന്ന് ടൈലിടാനായിട്ട്. ടൈലിടാനായിട്ട്? നമ്മുടെ ഭർത്താവിന് എത്ര വയസ്സുണ്ട്? എൻ്റെ ഭർത്താവിന് 40-40 വയസ്സായി. ആരോഗ്യമുണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല. എന്നാൽ ഇനി വേറെ ചെയ്തിട്ടേ നമ്മുടെ ടൈൽ ഇട്ടാൽ മതി കേട്ടോ. പൈസ ഇല്ലെന്ന് അവള് പറയുന്നത്. അവള് കണ്ടമാനം വീട്ടിലേക്കവർക്ക് മുടക്കുന്നില്ല. നിന്റെ കാര്യത്തിൽ ഇവിടെ കാര്യത്തിൽ മുടക്കുന്നുണ്ട്.
ഇവിടെ പൈസ ഇല്ലെന്ന് അതിനിടയ്ക്ക് അമ്മ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഏതാണ്ട് ഒരു ടേബിളിന്റെ കാലൊടിക്കുന്നു ഇവിടെ കേട്ടല്ലോ. ടേബിള് വേണമെന്ന് പറയുന്നത് പഠിക്കാനും ടേബിൾ അടി നിന്റെ കാലൊടിഞ്ഞ ടേബിള്. പിന്നെ ഞാൻ പഠിക്കുന്ന മേശയുടെ കാലൊടിഞ്ഞു, അതിന് എനിക്കത് നന്നാക്കി തരണം. അതാണോ ലോഗരിതം ടേബിള്? നീ ലോഗരിതം ടേബിളിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്? വല്ലാത്ത ടേബിളാവട്ടോ, വല്ലാത്ത പഠനമാണ്. പിന്നെ പഠിക്കുന്ന കോഴ്സിന്റെ പേരൂടെ ഈ ചേച്ചി പൈസ മുഴുവൻ വെച്ചോട്ട് എന്നെ എടുക്കുവാ. ഞാൻ ഈ നൂറ്റാണ്ടിൽ പഠിച്ച പെണ്ണാ, ഞാനും MA കഴിഞ്ഞ പെണ്ണാ, എനിക്കും അറിയാം കാര്യങ്ങളൊക്കെ. നീ എന്നതാ ഈ ഇതിനകത്ത് പഠിച്ചത്? എനിക്ക് 2000 രൂപ എനിക്കിപ്പോ വേണം. അതിനാണോ നിന്റെ ഉള്ള കാശ് നിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് നടക്കത്തില്ല. ഇല്ല ഞങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി തരണം. നീ നടക്കത്തില്ല, നീ എവിടെ ഇരുന്നാ മതി. ഇനി അല്ല നിന്റെ കാശ് മുഴുവൻ ബാങ്കിലും ഇട്ട് അമ്മയോട് കേട്ടെ, ബാഗും എല്ലാം വാങ്ങിച്ച് ഞങ്ങളുടെ പപ്പായുടെയും കൂടെ പൈസയല്ല പിന്നെ എന്നാ. എടി ഞാൻ പഠിക്കുന്ന കാലത്ത് അന്തസ്സായിട്ട് പഠിച്ചു. എനിക്ക് നല്ല ജോലി കിട്ടി, എനിക്ക് അവകാശപ്പെട്ട പപ്പായുടെ ജോലി കിട്ടി. നീ വിഷമിക്കുന്നു, നീ അത് ചെയ്തോ? എത്ര നാൾ ബാങ്കിലൊക്കെ ഇട്ടതും എടുത്തു തരണം. എല്ലാം തന്നേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇട്ടുന്നേ തരുന്ന ചെലവും കൂടെ ഞാൻ പറയും. വരവും ചെലവും കൂടെ ടാലി ചെയ്തിട്ട് ബാക്കിയുള്ളത് നീ എടുത്തു. ഞാനേ ജോലി ജോലി നിർത്തും. അല്ല വേണ്ട, എനിക്ക് മാന്യമായ വിദ്യാഭ്യാസമുണ്ട്, എനിക്കൊരു ജോലി ചെയ്യാൻ പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാലം എനിക്ക് നിങ്ങളെ പോറ്റാൻ കഴിയില്ല. 2000 2000 ഞാൻ കേട്ടു. ഞാൻ വന്നിട്ട് കുറെ സമയമായി ഇവിടെ വന്നിട്ട്. അമ്മേ ഇവിടെ സതിയും ബിന്ദുവും കൂടെ പോകുന്ന അമ്മ ഉണ്ടായിരുന്നു. അമ്മേ അയൽക്കൂട്ടം കഴിഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം വന്ന അമ്മ ഇവിടെ. ഞാൻ അന്നേരം വന്ന് ഇവർക്ക് വേണ്ടി തുണി എടുക്കാൻ വേണ്ടി പോകാനായിട്ടാണ് വന്നത്. ഞാനിതെല്ലാം കേട്ടു, നിങ്ങൾ പറയുന്നതെല്ലാം. ഇവിടെ ലോകരഥത്തിന് ടേബിൾ ഒടിഞ്ഞതും ടേബിളിൻ്റെ കാലൊടിഞ്ഞതും അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടു. അതുകൊണ്ട് ഇനി അപ്പായുടെ ജോലി ആർക്കാണ് ഏതാ ഇഷ്ടമുള്ള മക്കൾക്ക് എനിക്ക് വേണ്ട. പിന്നെ ഞാൻ അന്നേരം നിങ്ങൾക്ക് തുണി എടുക്കാൻ വന്ന എൻ്റെ ബോണസുമായിട്ട് അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ കുശുകുശിട്ട് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ടൊന്ന് കേട്ടതാ, വേറൊന്നും അല്ലല്ലോ ഞാൻ കേട്ടത്. അമ്മയും മോളും ആയോണ്ടാ ഞാൻ കേട്ടത്. എൻ്റെ വീട്ടിലെ കാര്യമാണ് ഞാൻ കേട്ടതേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ പൊക്കിയതിന് മനസ്സിലായതുകൊണ്ട് ഞാൻ ജോലി വിട്ടു. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നാന്ന് നിങ്ങൾ നോക്കി ചെയ്തോണം. എന്നെ ഇനി ഒരു കാര്യത്തിനും നോക്കണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കി ചെയ്തു. അങ്ങനെ പറയാൻ പറ്റത്തൊന്നുമില്ല അല്ലേ? അപ്പൊ ഇത്രയും നാളത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയണം. എന്നെ അറിയണം. ഇത്രയും നാളത്തെ പൈസയൊക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ കേട്ടോ. അപ്പം ഒരു കാര്യം ചെയ്യും, ഞാൻ ചെന്നിട്ട് കണക്ക് ബുക്ക് എടുത്തിരിക്കുന്നു. ഞാൻ ചുമ്മാതെ ഇരിക്കൊന്നുമില്ല. ഞാനെല്ലാം ഓരോ മാസത്തെ ചിലവ്, എൻ്റെ വരവും ചിലവും നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. പോരെ പോയെങ്കിൽ എനിക്ക് അന്തസ്സായിട്ട് ജോലി ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് മാത്രമേ എന്നോട് എത്ര നാളും എല്ലാം ചെയ്തോണ്ടിരുന്നത്. ഞാൻ ഇനി അവളോട് പ്രത്യേകിച്ച് എന്നാ പറയാനാ? അമ്മയുടെ കാര്യങ്ങളെല്ലാം അവളല്ലേ നോക്കിക്കൊണ്ട്. അമ്മയ്ക്ക് മാത്രമേ എന്നോടൊരു സഹതാപം കേട്ടുള്ളൂ കേട്ടോ. എല്ലാ കാര്യം പഠിപ്പിക്കാനും ഇവിടെ കെട്ടിക്കാനും ഇവിടെ കൊച്ചുങ്ങളുടെ കാര്യങ്ങളും എല്ലാം. എന്റെ അനിയത്തിയാണ്, അവളെ കെട്ടിച്ചവർക്ക് 2 പിള്ളേരായി. മൂന്നാമത്തെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. നിന്നെ കെട്ടിക്കാറായില്ല, നിന്റെ പഠിത്തമൊക്കെ തീർന്നില്ലേ? കെട്ടിച്ചു വിടണം. അത് അതിനെ കെട്ടിച്ചു വിടാം. അപ്പോഴേ ഇത് കേട്ടെ, ഇനിയും കെട്ടിച്ചു വിടാം ഞാൻ കേട്ടോ. അത് ശരിയാ. അപ്പൊ ഞാനൊരു മണ്ടി അല്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേര് പറഞ്ഞ കറവപ്പശു അല്ലേ? നല്ല കാര്യം പറയാനില്ലല്ലോ അല്ലേ? അവളെ കെട്ടിക്കണം. 35 വയസ്സായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിച്ചാൽ മതി. പറയണ്ട. ഇവിടെയൊക്കെ മനസ്സിലിപ്പോൾ നമുക്ക് മനസ്സിലായത്. കറവ് പശുക്കളൊക്കെ പല വീടുകളിലുണ്ട്. നമ്മളിങ്ങനെയൊന്നും ആരെയും സമ്മതിക്കില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇത് അഭിനയിച്ച് കാണിച്ചുവെങ്കിലും ഇനി അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ആർക്കും സഹകരണത്തോടെ നിൽക്കണം. സഹോദരങ്ങളോട് നമുക്കെപ്പോഴും ആർദ്രതയും കലിവും ആർദ്രതയൊക്കെ വേണം. അവരെ കരുതണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ നമുക്ക്